Hi everyone, welcome back. ഈ വീഡിയോയിൽ +1 കൊമേഴ്സ് മാത്സ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ 11th ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. സോ 11th ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിൽ നിന്നാണ്. ഷോ ദാറ്റ് സൈൻ സ്ക്വയർ π/6 + കോസ് സ്ക്വയർ π/3 - ടാൻ സ്ക്വയർ π/4 = -1/2. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ സൈൻ π/6 അതുപോലെ കോസ് π/3 ടാൻ π/4 ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ പഠിക്കുന്നുണ്ട്. സൈൻ π/6ൻ്റെ വാല്യൂ 1/2 ആണ്. സോ സൈൻ സ്ക്വയർ π/6 എന്ന് പറയുമ്പോൾ 1/2 സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് കോസ് സ്ക്വയർ π/3 കോസ് π/3 എന്ന് പറയുമ്പോൾ 1/2 ആണ്. സോ കോസ് സ്ക്വയർ π/3 എന്ന് പറയുമ്പോൾ 1/2 സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ടാൻ π/4ൻ്റെ വാല്യൂ നമുക്കറിയാം 1 എന്ന്. സോ -1 എന്ന് എഴുതാം. ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്താൽ 1/4 + 1/4 - 1 എന്ന് വരും. ഈക്വൽ ടു -1/2 എന്ന് ആൻസർ കിട്ടും. സോ ദാറ്റ് ഇസ് ദ RHS ആൻഡ് ഹെൻസ് പ്രൂവ്ഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. Prove that cos 7x + cos 5x divided by sin 7x - sin 5x = cot x എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ എടുക്കുന്നത് cos x + cos y എന്നുള്ള ഫോമിലാണ്. അതുപോലെ ഡിനോമിനേറ്റർ എടുക്കുന്നത് sin x - sin y എന്നുള്ള ഫോമിലാണ്. ആ രണ്ട് ഇക്വേഷനും നമ്മൾ പഠിക്കുന്നതാണ്. ആ രണ്ട് ഇക്വേഷനും കൊടുത്തിട്ട് നമുക്കിതിന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സോ cos x + cos y എന്ന് പറഞ്ഞാൽ 2 cos x + y/2 × cos x - y/2 ആണ്. അതുപോലെ sin x - sin y എന്ന് പറയുമ്പോൾ 2 cos x + y/2 × sin x - y/2. Therefore LHS സ്റ്റാർട്ട് ചെയ്യുക. LHS = LHS എഴുതുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ന്യൂമറേറ്റർ ടേം എടുക്കുക. cos 7x + cos 5x എന്നാണ്. അതിന് നമുക്ക് 2 cos 7x + 5x/2 അതായത് cos 6x എന്ന് വരും. ഇൻറ്റു കോസ് x - y/2. സോ കോസ് 7x - 5x എന്ന് പറയുമ്പോൾ 2x വരും. 2x/2 മീൻസ് ഇറ്റ് ഇസ് x കോസ് x എന്ന് രണ്ടാമത്തെ ടേം വരും. ഇനി ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ sin x - sin y എന്നുള്ളതിന് നമുക്ക് 2 cos x + y/2 × sin x - y/2 എന്ന് എഴുതാം. സോ sin 7x - sin 5x എന്നാണ്. സോ 2 cos 7x + 5x എന്ന് പറയുമ്പോൾ 12x/2 മീൻസ് ഇറ്റ് ഇസ് 6x എന്ന് വരും. ഇൻറ്റു sin x - y/2 ചെയ്താൽ sin x എന്ന് വരും. അതിൽ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ cos 6x ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് cos x/sin x ആണ്. cos x/sin x മീൻസ് ഇറ്റ് ഈസ് cot x. സോ ഈക്വൽ ടു cot x എന്ന് എഴുതാം. അതാണ് നമ്മുടെ RHS. സോ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. In 12th question, find the multiplicative inverse of the complex number z = 3 - 4y. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. സോ സെഡ് ഇൻവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ സെഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ചെയ്താൽ മതി. സോ സെഡ് ബാർ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എഴുതാം. 3 - 4i കോൺജുഗേറ്റ് ആണ് 3 + 4i. അത് ന്യൂമറേറ്ററിൽ എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അതിൻ്റെ മോഡുലസ് എഴുതാം. √3² + 4². √3² + 4² ചെയ്താൽ 5 വരും. സോ ഫൈനൽ ആൻസർ 3 + 4i / 5 എന്ന് വരും. അതിന് വേണമെങ്കിൽ 3/5 + 4/5i എന്ന് ഒക്കെ എഴുതാം. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്രസ് എ കോംപ്ലക്സ് നമ്പർ 1 + i / 1 - i ഇൻ x + i/y ഫോം. 1 + i / 1 - i ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. 1 + i / 1 - iനെ ഡിനോമിനേറ്ററിലെ ടേം 1 - i ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 + i ആണ്. 1 + i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 + i ഹോൾ സ്ക്വയർ എന്ന് ന്യൂമറേറ്റർ വരും. ഡിനോമിനേറ്റർ 1 - i × 1 + i എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് i എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഇനി 13th ക്വസ്റ്റ്യൻ സോൾവ് ദ ലീനിയർ ഇൻഇക്വാളിറ്റി. തന്നിരിക്കുന്ന ലീനിയർ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ഒക്കെ കാണാം. സോ തന്ന ഇൻഇക്വാളിറ്റി 2x - 1/3 ≤ 3x - 2/4 എന്നാണ്. അപ്പം നമുക്കിവിടെ 3ഉം 4ഉം ആണ് ഡിനോമിനേറ്റർ എടുക്കുന്നത്. സോ 12 കൊണ്ട് മൊത്തം ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ഈ രൂപത്തിൽ എഴുതാം. 4 × 2x - 1 ≤ 3 × 3x - 2 വരും. ഇത് സോൾവ് ചെയ്ത് വന്നാൽ -x ≤ -2 എന്ന് കിട്ടും. അതായത് x ≥ 2 എന്ന് വരും. ഇനി ഇതന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റെപ്രസെൻറ്റ് ദ സൊല്യൂഷൻ ഇൻ റിയൽ ലൈൻ എന്നാണ്. സോ ഇതേ രീതിയിൽ നമുക്ക് വരച്ചിട്ട് മാർക്ക് ചെയ്യാം. ≥ 2 എന്നാണ്. സോ 2 മുതലുള്ള ഈ റീജിയൻ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡാർക്കൺ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി 14th ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ NCR കാണാനാണ്. NCR നമ്മൾ പഠിക്കുന്നതാണ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. ഓപ്ഷൻ നമ്പർ ബി നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഹൗ മെനി വേസ് ക്യാൻ വൺ സെലക്ട് എ ക്രിക്കറ്റ് ടീം ഓഫ് 11 ഫ്രം 17 players in which only 5 players can bowl if each cricket team of 11 must include exactly 4 bowlers. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്ത് കിട്ടിക്കാണില്ല. എത്ര പേർക്ക് ആൻസർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്കിവിടെ 17 പ്ലേയേഴ്സ് ആണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് 17 ആണ്. അതിൽ 5 പ്ലേയേഴ്സ് ആണ് ബൗളേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ,
സോ 5 പ്ലെയേഴ്സ് ബൗളേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര മെമ്പേഴ്സ് ഉണ്ട്? ബാക്കി 12 പ്ലെയേഴ്സ് ഉണ്ട്. ആ ബാക്കി 12 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ബാറ്റ്സ്മാൻ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ നോൺ ബൗളേഴ്സ് ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ടീം സെലക്ട് ചെയ്യണം. എത്ര മെമ്പേഴ്സിൻ്റെ? 11 മെമ്പേഴ്സിൻ്റെ ഒരു ടീം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 11 പ്ലെയേഴ്സിൻ്റെ ടീമിൽ 4 ബൗളേഴ്സ് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ 11 പ്ലെയേഴ്സിൽ 4 ബൗളേഴ്സ് വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? ബാക്കി 7 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻ ആയിരിക്കും, അതല്ലെങ്കിൽ അവർ നോൺ ബൗളേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ സെലക്ഷൻ നടത്താനും. സോ ഈ 4 ബൗളേഴ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? ഈ 5 ബൗളേഴ്സ് എന്ന് വേണം 4 ബൗളേഴ്സിനെ സെലക്ട് ചെയ്യാൻ. ഓക്കെ, സോ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 4 ബൗളേഴ്സ് ഔട്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ നമുക്കത് 5C4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് എ ടീം ഓഫ് 11 പ്ലെയേഴ്സ് ആണ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത്, വിത്ത് എക്സാക്ട്ലി 4 ബൗളേഴ്സ്. കൃത്യമായിട്ട് 4 ബൗളേഴ്സ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 4 ബൗളേഴ്സ് വരുമ്പോൾ ബാക്കി 7 ബാറ്റ്സ്മാനും കൂടി വേണം. സോ ഈ 7 ബാറ്റ്സ്മാനെ എവിടെ നിന്ന് എടുക്കാം? ഈ 12 ബാറ്റ്സ്മാനിൽ നിന്ന് വേണം 7 ബാറ്റ്സ്മാൻ എടുക്കാനും. ഓക്കെ, സോ 11 പ്ലെയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 4 ബൗളേഴ്സ് എടുക്കണം, അതുപോലെ തന്നെ 7 ബാറ്റ്സ്മാനും എടുക്കണം. 4 ബൗളേഴ്സിനെ നമുക്ക് ഈ 5 ബൗളേഴ്സിന് എടുക്കാം. സോ 5C4 എന്ന് എഴുതാം. ആൻഡ് അതും പിന്നെ ഈ 7 ബാറ്റ്സ്മാനും കൂടി എടുക്കുന്നുണ്ട്. സോ 7 ബാറ്റ്സ്മാനെ 12 ബാറ്റ്സ്മാനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. സോ 12C7 എന്ന് എഴുതാം. സോ 5C4 × 12C7 എന്ന് ആൻസർ എഴുതാം. സോ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 5C4 എന്ന് പറയുമ്പോൾ 5 വരും, 12C7 എന്ന് പറയുമ്പോൾ 792 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 3960 എന്ന് ആൻസർ കിട്ടും. ഇനി 15th ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a+b ഹോൾ ടു ദ പവർ n. ഇത് നമ്മൾ പഠിക്കുന്നതാണ്. a+b റേസ് ടു n ആണ്. സോ n+1 ടേംസ് അതിലുണ്ടായിരിക്കും. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ചെയ്യാനാണ് ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട്. ഇക്വേഷൻ എടുക്കുന്നത് a-b റേസ് ടു 5 എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ആദ്യം a-b റേസ് ടു 5ൻ്റെ ഇക്വേഷൻ എഴുതാം. a റേസ് ടു 5 - 5a റേസ് ടു 4b + 10a³ b² - 10a² × b³ + 5ab റേസ് ടു 4 - b റേസ് ടു 4. ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. എയുടെ പ്ലേസിൽ x/3 എന്നും ബിയുടെ പ്ലേസിൽ 1/x എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. സോ നമുക്ക് ഇതേ രൂപത്തിൽ ഇക്വേഷൻ കിട്ടും. x റേസ് ടു 5/243 - 5x³ + 10x/27 - 10/9x + 5/3x³ - 1/x റേസ് ടു 5 എന്ന് ആൻസർ കിട്ടും. ഇനി അതിൽ 16th ക്വസ്റ്റ്യൻ എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എലിപ്സ് ഹാസ് ഇറ്റ്സ് ഫോസൈ അറ്റ് +or-50 ആൻഡ് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് തന്നിട്ടുണ്ട് 27. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് കാണണം, ലാറ്റസ് റെക്റ്റം കാണണം, എക്സെൻട്രിസിറ്റി കാണണം, ആൻഡ് ഓൾസോ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ആണ് തന്നിട്ടുള്ളത്. സോ 2a = 26 എന്ന് എഴുതാം. അതിൽ നിന്ന് a = 13 എന്ന് എഴുതാം. അതുപോലെ ഫോസൈ തന്നിട്ടുണ്ട്. ഫോസൈ മീൻസ് ഇറ്റ് ഇസ് +or-C0 ആണ്. അത് കമ്പയർ ചെയ്താൽ നമുക്ക് c = 5 എന്ന് എഴുതാം. ഇനി എലിപ്സിൻ്റെ കേസിൽ c² = a² - b² ആണ്. അത് സോൾവ് ചെയ്തിട്ട് b² നമുക്ക് കാണാം. b² = 144 എന്ന് കിട്ടും. ദെർഫോർ b = 12 എന്ന് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് കാണാനാണ്. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് = 2b ആണ്. സോ 2b മീൻസ് 2 × 12 = 24 എന്ന് എഴുതാം. ദെൻ ലെങ്ത് ഓഫ് ദ ലാറ്റസ്റ്റ് റെക്റ്റം കാണാൻ ഇക്വേഷൻ എഴുതാം. 2b² a സിംപ്ലിഫൈ ചെയ്താൽ 288/13 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇനി അതിൽ തന്നെ എക്സെൻട്രിസിറ്റി കാണാൻ ചോദിച്ചിട്ടുണ്ട്. എക്സെൻട്രിസിറ്റി = c/a എന്ന് ചെയ്യുക. = 5/13 എന്ന് ആൻസർ കിട്ടും. ഇനി അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എഴുതാനാണ്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന് പറയുമ്പോൾ x²/a² + y²/b² = 1 എന്ന് എഴുതാം. a² b²ൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ x²/169 + y²/144 = 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയാണ് 16th ക്വസ്റ്റ്യൻ. ഇനി 17th ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി തന്നിട്ടുണ്ട്, ആർ നീഡഡ് ടു ഗിവ് ദ സം 120. സോ ജി നോക്കിയിട്ട് ഫസ്റ്റ് ടേം എഴുതാം, കോമൺ റേഷ്യോ എഴുതാം. ഫസ്റ്റ് ടേം = 3 എന്ന് എഴുതാം, കോമൺ റേഷ്യോ = 3 എന്ന് എഴുതാം. അതിൽ സം തന്നിട്ടുണ്ട് 120. സോ സമ്മിൻ്റെ ഇക്വേഷൻ എഴുതാം. a × r റേസ് ടു n - 1 / r - 1. സം തന്നിട്ടുള്ളത് 120 ആണ്. 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എയുടെയും ആറിൻ്റെയും വാല്യൂ ഒക്കെ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. Therefore 120 is equal to 3 × 3 raised to n - 1 divided by 3 - 1 എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ 3 × 3 raised to n - 1 divided by 2 എന്നാണ് വരും. ഈ 2നെ നമുക്ക് LHSലേക്ക് എടുക്കാം. സോ 240 is equal to 3 × 3 raised to n - 1 എന്ന് വരും. Therefore 80 is equal to 3 raised to n - 1 എന്ന് എഴുതാം. അതായത് 3 raised to n is equal to 81 എന്ന് കിട്ടും. 81നെ നമുക്ക് 3 raised to 4 എന്ന് എഴുതാം. Therefore 3 raised to n = 3 raised to 4. പവർ കമ്പയർ ചെയ്താൽ n = 4 എന്ന് എഴുതാം. Therefore number of terms = 4 എന്നുള്ളതാണ് ആൻസർ. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 5th term, 8th term ആൻഡ് 11th term ഓഫ് എ GP തന്നിട്ടുണ്ട്. P, Q ആൻഡ് S ഷോ ദാറ്റ് Q² is equal to PS. സോ 5th term തന്നിട്ടുള്ളത് P ആണ്. 5th termൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. a × r raised to 4 = P എന്ന് എഴുതാം. അതുപോലെ 8th term തന്നിട്ടുണ്ട്. സോ a × r raised to 7 = Q എന്ന് എഴുതാം. അതുപോലെ 11th term തന്നിട്ടുണ്ട് S എന്ന്. സോ a × r raised to 10 is equal to S എന്ന് എഴുതാം. 3 ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് Q² is equal to P
എസ് എന്ന് പ്രൂവ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുക, എൽ എച്ച് എസും ആർ എച്ച് എസും സെപ്പറേറ്റ് കാണാം. ആദ്യം നമ്മൾ ക്യൂ സ്ക്വയർ കാണാം. സോ ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 2 ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് a ഇൻറ്റു ആർ റേസ് ടു 7 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു a സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു 14 എന്ന് വരും. അതുപോലെ p ഇൻറ്റു എസ് കാണാം. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ p ഇൻറ്റു എസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണാം. സോ p ഇൻറ്റു എസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും a സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു 14 എന്ന് വരും. സോ രണ്ട് ഇക്വേഷനും സെയിം ആണ്. സോ ഫ്രം ഇക്വേഷൻ നമ്പർ 4 and 5 വി ക്യാൻ റൈറ്റ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു p സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സ് അല്ല, ഇത് ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ആണ്. സിമ്പിൾ ഇടുമ്പോൾ എക്സ് ആയി പോയതാണ് കേട്ടോ. ഇനി അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ടു ഇൻഫിനിറ്റ് ടേംസ് ഓഫ് ദ ജി പി തന്നിട്ടുണ്ട്. സം ടു ഇൻഫിനിറ്റ് ടേംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ സം ടു എൻ ടേംസ് ആണ് ചോദിക്കാറ്, ഇവിടെ സം ടു ഇൻഫിനിറ്റ് ടേംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സം ടു ഇൻഫിനിറ്റ് ടേംസ് ആണെങ്കിൽ ഇക്വേഷൻ എഴുതിയാൽ മതി. സം ടു ഇൻഫിനിറ്റ് ടേംസ് കാണാൻ a ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ചെയ്യുക. എയുടെ വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. a ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന ആൻസർ കിട്ടും. അതാണ് ഇൻഫിനിറ്റ് ടേംസിൻ്റെ ആൻസർ. സം ടു എൻ ടേംസ് ആണെങ്കിൽ നിങ്ങൾക്ക് സമ്മിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് കാണാമായിരുന്നു. ഇവിടെ സം ടു ഇൻഫിനിറ്റ് ടേംസ് ആയതുകൊണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാം. ഇനി 18th ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ്. ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. സോ ഓപ്ഷൻ നമ്പർ ഡി എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ 2, 3 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ 2, 5 ആൻഡ് മൈനസ് 3, 6. ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണണം. ത്രൂ 2, 3 ആ ലൈന് ഈ രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആദ്യം ഈ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുന്ന ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക ആദ്യം. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കാണുമ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2, 5 ആൻഡ് മൈനസ് 3, 6 എന്ന് പറയുമ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് -1/5 എന്ന് കിട്ടും. ഇനി ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് രണ്ടാമത്തെ ലൈൻ വരുന്നത്. സോ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതിൽ നിന്ന് രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് കിട്ടും. m2 = 5 എന്ന് കിട്ടും. ഇനി ദർഫോർ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ കാണുന്നുണ്ടെങ്കിൽ സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 5, പാസ് ചെയ്യുന്ന പോയിന്റ് 2, 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലൈൻ കാണാനുള്ള ഇക്വേഷൻ എഴുതാം. y - y1 = m × x - x1. അതിൽ x1ൻ്റെ വാല്യൂ y1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2, 3 എന്നുള്ള ഈ പോയിന്റ് എടുക്കുക. സ്ലോപ്പ് എന്ന് പറയുന്നത് 5 എടുക്കുക. സോ y - 3 = 5 × x - 2 എന്ന് എഴുതാം. സോ y - 3 = 5x - 10 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5x - y - 7 = 0 എന്ന് ആൻസർ കിട്ടും. ഇനി അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് കാണാൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 2, -1 ഫ്രം ദ ലൈൻ 4x - 3y - 1 = 0. പോയിന്റും ലൈനും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. മോഡുലസ് ഓഫ് ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². അതിൽ x1 y1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിന്റ് എടുക്കുക. തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 2, -1 ആണ്. സോ 4 × 2 -3 × -1 -1 ഡിവൈഡഡ് ബൈ √a² + b² എന്ന് പറയുമ്പോൾ 4² + 3² എന്ന് വരും. സോൾവ് ചെയ്താൽ 2 യൂണിറ്റ്സ് എന്ന് ഫൈനൽ ആൻസർ കിട്ടും. സോ അത് 3ആണ് 18th ക്വസ്റ്റ്യൻ. ഇനി 19th ക്വസ്റ്റ്യൻ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. സെയിം നമ്പറൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, ഒരു വ്യത്യാസമില്ല. 3 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ മീൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ 62 എന്ന് ആൻസർ കിട്ടും. അതുപോലെ വേരിയൻസ് കണ്ടു കഴിഞ്ഞാൽ 201 വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 14.18 എന്ന് വരും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. ഇഫ് 2 events A and B are such that P of A തന്നിട്ടുണ്ട് 2/5, P of B തന്നിട്ടുണ്ട് 1/2 and P of A intersection B തന്നിട്ടുണ്ട് 1/5, then find P of A union B. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A union B കാണുന്നുണ്ടെങ്കിൽ P of A + P of B - P of A intersection B. ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസൊക്കെ. അപ്പം നമുക്ക് 2/5 + 1/2 - 1/5 എന്ന് കിട്ടും. ഇതിൽ 2/5 - 1/5 സബ്ട്രാക്ട് ചെയ്താൽ 1/5 എന്ന് വരും. 1/5 + 1/2 ചെയ്താൽ 7/10 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. 0.7 എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ 7/10 എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻസ് 8 red and 5 white balls. 3 balls are drawn at random. Find the probability that all the 3 balls are white, then all the 3 balls are red. C question, 1 ball is red and 2 balls are white. സോ ഫസ്റ്റ് നമ്മളിതിൽ n(s) കാണാം. n(s) എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ സെലക്ട് ചെയ്യുന്നത് 3 balls ആണ് ഔട്ട് ഓഫ് 13 balls എന്ന്. സോ 13C3 എന്ന് കിട്ടും. 13C3 = 286 എന്ന് എഴുതാം. ഇനി അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഓൾ 3 balls ആർ വൈറ്റ്. എല്ലാം വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ്. സോ ടോട്ടൽ വൈറ്റ് ബോൾസ് എന്ന് ഇവിടെ പറയുന്നത് 5 വൈറ്റ് ബോൾസ് ആണുള്ളത്. സോ 5 വൈറ്റ് ബോൾസ് എന്ന് വേണം 3 വൈറ്റ് ബോൾസ് എടുക്കാൻ. സോ 5C3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ n(s) എഴുതാം. 13C3 = 10/286 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ 10/286 എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ അതൊന്നും ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് 5 ഡിവൈഡഡ് ബൈ 143 എന്ന് എഴുതിയാലും മതി.
ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഓൾ 3 balls ആർ റെഡ്. 3 ബോൾസും റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. ടോട്ടൽ 8 റെഡ് ബോൾസ് ആണ് നമുക്കുള്ളത്. ആ 8 റെഡ് ബോൾസ് എന്നാണ് നമ്മൾ 3 റെഡ് ബോൾ എടുക്കുന്നത്. സോ ന്യൂമറേറ്റർ 8C3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 286 13C3 എന്ന് തന്നെ എഴുതാം. സോ ഈക്വൽ ടു 56/286 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് 1 ball is red and 2 balls are red. ഒരു റെഡ് ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ റെഡ് ബോൾസ് 8 ആണ്. ആ 8ൽ നിന്ന് വേണം ഒരു റെഡ് ബോൾ എടുക്കാൻ. സോ 8C1 ഇൻറ്റു 2 വൈറ്റ് ബോൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2 വൈറ്റ് ബോൾസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 5 വൈറ്റ് ബോൾസ് ആണുള്ളത്. 5 വൈറ്റ് ബോൾസ് എന്ന് വേണം 2 ബോൾസ് എടുക്കാൻ. സോ 5C2 എന്ന് എഴുതാം. 8C1 ഇൻറ്റു 5C2 എന്ന് ന്യൂമറേറ്ററിൽ എഴുതാം. ഡിനോമിനേറ്ററിൽ 13C3 എന്ന് തന്നെ എഴുതാം. കാൽക്കുലേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 80/286 എന്ന് വരും. അല്ലെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 40/143 എന്നും എഴുതാം. ഓക്കെ, ഈ മാത്സ് എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് തന്നെ അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്